എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ തുക പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത. സംസ്ഥാന സർക്കാർ ഇന്നലെയായിരുന്നു ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ഒരു മാസത്തിലെ പെൻഷൻ തുകയായ 1600 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച് ഉത്തരവ് ഇറക്കിയത്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത്. ദുർബല വിഭാഗത്തിന്റെ മനുഷ്യാവകാശമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുന്നത് അശരണർക്കും നിരാലംബർക്കും കൈത്താങ്ങുന്ന നിലയിൽ വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ആദ്യഘട്ട വിതരണ നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള OPS, NPS, PF പെൻഷൻ, വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ലഭിക്കുന്ന പെൻഷൻ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കും പെൻഷൻ തുക എത്തിച്ചേരും. ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ വാർദ്ധക്യ പെൻഷനിൽ 200 രൂപയും 80 വയസ്സിനുള്ള മുകളിലുള്ളവർക്ക് 500 രൂപയും അഗതി ഭിന്നശേഷി പെൻഷനിൽ 300 വീതവുമായ കേന്ദ്ര വിഹിതവും എത്തിച്ചേരും. ഈ 3 വിഭാഗങ്ങളിലായി 8,44,446 പേർക്കാണ് തുക എത്തിച്ചേരുക. നവംബർ മാസം വരെ കൃത്യമായി പെൻഷൻ തുക ലഭിച്ച ഗുണഭോക്താക്കൾക്ക് ഡിസംബർ മാസത്തിലെ ആദ്യ ഗഡുവായ 1600 രൂപ വീതം തിങ്കളാഴ്ച മുതൽ എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ നവംബർ 6 മുതൽ വിതരണം ആരംഭിച്ച പെൻഷൻ തുക ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് 1600 കൂടി ചേർത്ത് 3200 രൂപ വരെ എത്തിച്ചേരും. ഡിസംബർ മാസത്തിൽ 3200 രൂപ വീതമായിരുന്നു നേരത്തെ വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. രണ്ടാം ഘട്ടമെന്നോണം പുതുവത്സരത്തിനോട് അനുബന്ധിച്ചും പെൻഷൻ തുക വിതരണം ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായത്.